എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഫയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ മനസ്സിലോർത്ത് ഒന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇത് കാണുമ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് നമ്മൾ നോക്കുന്ന സബ്ജക്റ്റ്. നിങ്ങൾ ഇഷ്ടമുള്ള ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തി. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കീർണതകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ കണ്ട കാലം മുതൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ കണ്ട നിമിഷം മുതൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തി എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ഒരു പ്രതികരണം ഉണ്ടാകാൻ നിങ്ങളെപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ, നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ ചിന്താഗതികളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ചിന്ത തന്നെ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണം എന്നുള്ള ചിന്ത ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള കുറേ ചിന്തകൾ വരികയാണ്. നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണ്? അവസാന ഫിനിഷിംഗ് പോയിന്റിൽ നിങ്ങളെക്കുറിച്ച് ചില ആളുകൾ ചില തെറ്റായ അഭിപ്രായങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട്. അതിനെ മറികടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. നിങ്ങളെക്കുറിച്ച് പലരും പറഞ്ഞ തെറ്റായ അഭിപ്രായങ്ങൾ, തെറ്റായ പ്രതികരണങ്ങൾ, അതൊക്കെ ആ വ്യക്തിയുടെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുമായി കൂടുതൽ അടുത്തപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി, നിങ്ങളെക്കുറിച്ച് ആളുകൾ പറഞ്ഞത് ശരിയായ വസ്തുതകളല്ല. നിങ്ങളെക്കുറിച്ച് ആളുകൾ സംസാരിച്ചും ശരിയായ വസ്തുതകളല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ നല്ലതായിരുന്നു, ശരിയായിരുന്നു എന്നുള്ള ചിന്തയോടെ ഇപ്പോൾ ആ വ്യക്തി തിരിച്ചു വരുന്നു. നിങ്ങളെക്കുറിച്ച് മനസ്സിലാണെങ്കിലും തെറ്റിദ്ധരിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള ചിന്ത ഇപ്പോൾ ആ വ്യക്തിക്കുണ്ട്. കാരണം നിങ്ങളെക്കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചത് മോശമായിപ്പോയി എന്നുള്ള ഒരു അഭിപ്രായം ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ പറ്റി ചില ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളോട് അടുക്കാതിരുന്നു. ഇപ്പോൾ ആ വ്യക്തിക്ക് കുറ്റബോധം തോന്നുകയാണ്. ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, ഞാനല്ലേ. നിങ്ങൾ ഓരോരുത്തരും പറയുന്ന അഭിപ്രായങ്ങൾ ഓരോ സമയത്ത് സ്വീകരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് ഓരോരുത്തരും പറയുന്ന അഭിപ്രായങ്ങൾ ഓരോ ദിവസവും സ്വീകരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ വിശ്വസിച്ചത് മൂലം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ തെറ്റായ ചില കാര്യങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതിൽ നിന്ന് മാറ്റം ഉണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് അത് മോശമായെന്ന് തോന്നി. നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. നിങ്ങളുടെ വ്യക്തി ഒരു മികച്ച വ്യക്തിയാണെന്നും തെറ്റായ സമീപനങ്ങൾ ആ വ്യക്തി കാണിക്കില്ല എന്നും, നിങ്ങളോട് ആ വ്യക്തി കാണിച്ച സ്നേഹം ശരിയായിരുന്നുവെന്നും, ആ സ്നേഹം നിലനിൽക്കുന്നതാണെന്നും, ആ സ്നേഹം തന്നെയാണ് ശരിയെന്നുള്ള ബോധ്യത്തിലേക്ക് നിങ്ങളെത്തുന്നു. തീർച്ചയായിട്ടും അത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. ആ വ്യക്തിയിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് നിങ്ങൾക്കും ആത്മവിശ്വാസമാകുന്നു. ആ വ്യക്തി അതേസമയം തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങളെ കൂടുതൽ അടുത്തറിയുകയാണ്. കൂടുതൽ അടുത്തറിയുകയാണ്. ഇപ്പോൾ ആ വ്യക്തി രാത്രിയിലും പകലും സദാസമയവും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയായിട്ട് ജീവിക്കുകയാണ്. കാരണം എനിക്ക് ഏറ്റവും ചേർന്ന വ്യക്തി ഇതാണ് എന്നുള്ള ചിന്ത ആ വ്യക്തിയിൽ ഉണ്ടാകുകയാണ്. അത് ഉണ്ടാകുന്നതിൻ്റെ അടയാളങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ആ വ്യക്തി നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കുന്നതായിട്ട് ഓരോ നിമിഷവും ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ, ആ വ്യക്തിയുടെ വാക്കുകൾ, അതിൽ നിന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. അതുതന്നെയാണ് നിങ്ങൾ അറിയാനും പോകുന്നത്. അടുത്തതായിട്ട് ചെമ്പോത്ത് ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി ഇപ്പോൾ മാറിയിരിക്കുന്നു. മുൻപ് ആ വ്യക്തി ഒന്നിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. നിങ്ങൾ പലപ്പോഴും പഠിച്ച പണി 18 നോക്കിയിട്ടും ആ വ്യക്തിയുടെ മനസ്സിളക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായി ഈ വ്യക്തി ഒരു പ്രത്യേക തരം മാനസിക നിലയുള്ള വ്യക്തിയാണ്. ജീവിതത്തിൽ തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ പാരമ്പര്യ മൂല്യങ്ങളും തൻ്റേതായ ചിന്താഗതികളും ആയിട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് തോന്നി. ഒരിക്കൽ പോലും തൻ്റെ കഴിവിനനുസരിച്ച് പ്രവർത്തിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനോ, തൻ്റെ കഴിവ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനോ പോലും, അല്ലെങ്കിൽ അതിൻ്റെ മീനി പറയാനോ ഒന്നും പോലും ഒരു താല്പര്യവുമില്ല. തൻ്റെ ജീവിതവുമായി തൻ്റെ വഴികളിലൂടെ
നിശബ്ദയായി മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ നിങ്ങൾ ആ വിധം ആ വ്യക്തിയോട് പെരുമാറാനും തുടങ്ങി. നിങ്ങളുടെ നല്ല പെരുമാറ്റം ആ വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആദ്യം നിങ്ങൾക്ക് തോന്നി നിങ്ങളെ ആ വ്യക്തി ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ സൗമ്യഭാവത്തോടെ, ശാന്തഭാവത്തോടെ ക്ഷമിച്ച് നിലനിന്നു. അങ്ങനെ ക്ഷമിച്ച് നിന്നതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. പതുക്കെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു മായാത്ത ചിത്രമായി മാറി. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ പഴയതുപോലെയല്ല. ആ വ്യക്തിക്ക് നിങ്ങളോട് എന്തൊക്കെയോ സ്നേഹമുണ്ടെന്നും നിങ്ങളോട് എന്തൊക്കെയോ ഇഷ്ടമുണ്ടെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ച ആ നിലപാട് ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തി കുറിച്ചു വച്ചിട്ടുണ്ട്. പതുക്കെയായിരുന്നു ആ നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ സ്നേഹം വളർന്നത്. ഒട്ടും വെപ്രാളത്തിലായിരുന്നില്ല, ഒട്ടും വേഗതയിലായിരുന്നില്ല. പതുക്കെ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് വളരാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യത്തിലെയും തരണം ചെയ്ത് ആ വ്യക്തിക്കൊപ്പം ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിലും പതുക്കെ ഒരിക്കലും മായാത്ത ഒരു സ്നേഹമായി അത് വളർന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആ വ്യക്തിയുടെ സ്നേഹമാണ്. അഗാധമായ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടക്കത്തിൽ നിങ്ങളെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയ വ്യക്തി ഇനി നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. ആ വ്യക്തിയുടെ സാന്നിധ്യം മാത്രം മതി നിങ്ങൾക്ക് സൗഭാഗ്യം ഉണ്ടാകാൻ. ആ വ്യക്തിയുടെ പാരമ്പര്യമായ മൂല്യങ്ങളും പാരമ്പര്യ വിശ്വാസവും ആത്മീയ ചൈതന്യവും നിങ്ങളെ ആ വ്യക്തിയുമായിട്ട് ഏറെ അടുപ്പിക്കും. നിങ്ങളെ ഏറ്റവും കൂടുതൽ ആ വ്യക്തിയെ ശക്തമാക്കി മാറ്റും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നേറാനും ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സംതൃപ്തിയും ജീവിത വിജയവും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകാനായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങളിലേക്ക് ലഭിക്കുന്ന പ്രാർത്ഥന പോലും ഉതകുന്നതാകുന്നു. കാരണം നിങ്ങൾക്ക് വല്ലാത്തൊരു മനഃശാന്തി ലഭിക്കും. മുൻപ് നിങ്ങളെ വഞ്ചിച്ച് സ്നേഹിച്ച് പറ്റിച്ച ആളുകളെ പോലെയല്ല, എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങളെ തള്ളിവിട്ട ആളുകളെ പോലെയല്ല, നിങ്ങളെ സൗമ്യമായി സ്നേഹിച്ച് നിങ്ങളെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ആ വ്യക്തി തുടങ്ങിയിരിക്കുന്നു. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നൊരവസ്ഥ, നിങ്ങളെ മാത്രം കാത്തിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്കറിയാൻ കഴിയും. ആ സ്നേഹം അനുഭവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതാണ് യഥാർത്ഥ സ്നേഹമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.